ഇലോൺ മസ്കിന് 13ാമത് ഒരു കുട്ടിയായിരിക്കുന്നു. അത് ഭയങ്കരമായിട്ട് വാർത്തകളിൽ പല രീതിയിൽ ഇടം പിടിക്കുന്നുണ്ട്. എന്താണെന്ന് പറയൂ. ഇത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആഷ്ലി സെൻക്ലെയർ എന്ന് പറഞ്ഞ യുവതി ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 5 മാസമുള്ള ഒരു കുഞ്ഞ് അവർക്കുണ്ട്. അതിൻ്റെ അച്ഛൻ എലൺ മസ്ക് ആണ് എന്നാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എലൺ മസ്ക് ഇവർ കുറച്ച് വിശദാംശങ്ങളുള്ള പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ചോട്ടിൽ വന്നിട്ട് ഓ എന്ന് മാത്രം ആണ് പ്രതികരിച്ചിരിക്കുന്നത്. എലൺ മസ്ക് എന്ന് പറഞ്ഞാൽ പുച്ഛം ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ. അപ്പോൾ 3 സ്ത്രീകളിലായിട്ട് 12 കുട്ടികൾ ആണ് എലൺ മസ്കിന് ഉള്ളതായിട്ട് ലോകം അറിയുന്നത്. വേറെ ഉള്ളതായിട്ടൊന്നും ലോകത്തിന് അറിഞ്ഞുകൂടാ. വേറെ ഒന്നും ഇപ്പോഴാണ് രംഗത്ത് വന്നിരിക്കുന്നത്. 13ാമത്തത്. കഴിഞ്ഞ ദിവസം മോദിയെ കാണാനായിട്ട് 3 കുട്ടികളുമൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഭാര്യയുമായിട്ട് അദ്ദേഹം പോയിരുന്നു. അവര് അദ്ദേഹത്തിൻ്റെ തന്നെ കമ്പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴത്തെ ഭാര്യ. അപ്പോൾ എക്സ് അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാപനമാണല്ലോ. എക്സിലാണ് ഈ വോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. 26 വയസ്സാണ് ഈ ആഷ്ലി സെൻക്ലെയറിന്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലമായിട്ട് ഇവർ എലൺ മസ്കിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. 5 കൊല്ലമായിട്ട് അത്യധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ പറയുന്നത് ഈ 5 മാസം മുമ്പ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്തു. എലൺ മസ്കാണ് അച്ഛൻ, അപ്പൻ എന്ന് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലൊരു ലാറ്റിൻ വാചകമുണ്ട്, ആലിയ ഇയാക്ട എസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ ദി ഡൈ ഈസ് കാസ്റ്റ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിവരം കുഞ്ഞിൻ്റെ ഈ സുരക്ഷിതത്വം ഓർത്താണ് ഇതുവരെ പറയാതിരുന്നത്. 5 മാസം മുമ്പേ പറയേണ്ടതാണ്, കുഞ്ഞുണ്ടായ ദിവസമോ മറ്റോ ഒക്കെ പറയേണ്ടതാണ്. പക്ഷെ കുഞ്ഞിനെ ആരെങ്കിലും തീർത്ത് കളയോ എന്നൊക്കെ പേടിച്ചിട്ടാണ് മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 13ാമത്തെ കുഞ്ഞ് മസ്കിന് ഉണ്ടായി എന്നുള്ള വിവരം ഈ ടാബ്ലോയിഡുകൾ ഉണ്ടല്ലോ, അവിടുത്തെ മഞ്ഞപ്പത്രങ്ങൾ, ആ മഞ്ഞപ്പത്രങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണെന്നുള്ള വിവരം കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത് പരസ്യപ്പെടുത്തുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുഞ്ഞിൻ്റെ സ്വകാര്യത, സുരക്ഷിതത്വം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് മിണ്ടാതിരുന്നത്. ഇപ്പോൾ ടാബ്ലോയിഡ് മീഡിയ ഇത് വെളിപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും അപകടം ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞാൻ വെളിപ്പെടുത്തുകയാണെന്ന് അവർ എഴുതിയിട്ടുണ്ട്, കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആഷ്ലി പറഞ്ഞു, ഇങ്ങനെ പുച്ഛിച്ചാൽ പോരാ, നേരിട്ട് സംവാദത്തിനൊക്കെ തയ്യാറാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് എലൺ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഇവരുടെ ഈ 15 വയസ്സുള്ളപ്പോൾ, ഈ ആഷ്ലിക്ക് 15 വയസ്സുള്ളപ്പോഴത്തെ അത്ര സുഖകരമല്ലാത്തൊരു ചിത്രം ഒരാൾ അടുത്ത കാലത്ത് പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ ചിത്രത്തിൻ്റെ ചുവട്ടിൽ എലൺ മസ്ക് പ്രതികരിച്ചിരുന്നു. അത് മോശമായി പോയി എന്ന് അവരിത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോഴൊന്നും നിങ്ങൾ പ്രതികരിക്കുന്നില്ല. എൻ്റെ 15 വയസ്സുള്ളപ്പോഴത്തെ ഒരു കുഴപ്പം പിടിച്ച ചിത്രം ഒരു ഫോട്ടോഗ്രാഫർ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുവട്ടിൽ വന്ന് നിങ്ങൾ പ്രതികരിച്ചു, അത് മോശമായി പോയി എന്നവരൊരു പ്രതികരിച്ചിരുന്നു. അതിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ കുറിപ്പ്, ആ ചിത്രത്തിനെ പറ്റിയിട്ടുള്ള. ഇവർക്ക് ഇപ്പോൾ ഈ സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു വക്കീലൊക്കെ വേണമല്ലോ. അങ്ങനെ ഇവരുടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരാളുണ്ട്. ഇപ്പോൾ ബ്രയാൻ ഗ്ലിക്ലിഷ് എന്ന് പറഞ്ഞിട്ടൊരാൾ, അയാൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ഈ സ്വകാര്യമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കോ പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് എലൺ മസ്കുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എലൺ മസ്കിൽ ഒരു കുട്ടി ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു എഗ്രിമെൻ്റ് വർക്ക് ചെയ്യുന്ന കാര്യം
കുറെ കാലമായിട്ട് തന്നെ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. വക്കീലിനെ പോലെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ രക്ഷിതാവാണെന്നുള്ള കാര്യം അയാൾ പരസ്യമായി സമ്മതിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കരാറ് മര്യാദയ്ക്ക് എല്ലാം പാലിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഇയാൾ. അപ്പോൾ ആ കുഞ്ഞ് രണ്ടുപേരുടേതായതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വവും നല്ല താല്പര്യങ്ങളും കരുതി എലൻ മസ്ക് ഇത് താമസിയാതെ അംഗീകരിക്കുമെന്ന് കരുതുന്നു എന്ന് പ്രസ്താവനയിൽ ഈ വക്കീലിന്റെ വേഷം കെട്ടി വന്നിരിക്കുന്ന ആള് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന എലോൺ മസ്കിന്റെ മിക്ക വീഡിയോകളിലും കഴിഞ്ഞ ട്രംപിന്റെ ഇതിന്റെ സമ്മേളനത്തിലുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് നോക്കി കാണാം എലോൺ മസ്ക് എക്സിനെ തലയിൽ വെച്ചുകൊണ്ട് കിടക്കാന്നുള്ള, കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എക്സിന്റെ ഒരു വീഡിയോ നമ്മൾ എക്സിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. മസ്കിന്റെ എക്സിനെ ഇങ്ങനെ എടുത്തുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മോദി വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞാല് കുടുംബത്തിനെ അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മോദിയെ കാണാൻ പോയ മിക്കവാറും ആളുകളൊക്കെ ഭാര്യയും കുഞ്ഞും ഒക്കെ ആയിട്ടാണ് പോയത്. ആ വാൻസ് കണ്ടപ്പോൾ ഉഷയുണ്ടായിരുന്നല്ലോ. അപ്പോ ഭാര്യ കുഞ്ഞുങ്ങള് അങ്ങനെയൊക്കെ ആയിട്ടാണ് ആളുകളൊക്കെ പോകുന്നത്. മോദിയെ കാണാൻ പോയവരൊക്കെ അവിടെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവരുടെ വേറെ ഈ എലൻ മസ്കുമായി ബന്ധപ്പെട്ട വേറെയും പോസ്റ്റുകളൊക്കെ മുമ്പേ ഇവര് ഇടക്കിടയ്ക്ക് ഈ ഗഡുക്കളായിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ ഇവരിടുന്നുണ്ട്. എലൻ മസ്ക് എപ്പോഴെങ്കിലും സമ്മതിക്കുന്നോ കാശ് കൊടുക്കുന്നോ വിചാരിച്ചിട്ടാകാം. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകളിൽ ഒന്നില് ഈ ഒരു എക്സ് യൂസർ ഈ സുഖകരമായ കുഴപ്പം പിടിച്ച ഇവരുടെ ചിത്രങ്ങൾ കുറച്ച് ഈ മൈനറായിരുന്നപ്പോഴത്തെ പടങ്ങൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അത് പീപ്പിൾ മാഗസിൻ അതിലുള്ള കുറേ ചിത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ എക്സിലാണെന്നുള്ളതുകൊണ്ട് എക്സ് ഈ മസ്കിൻ്റെ ആണല്ലോ. പിന്നെ ആ എക്സ് യൂസർ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇടുന്നത് ഇവര് ഇത് ചെയ്തു, അത് തടസ്സപ്പെടുത്തി, പിന്നെ നിയന്ത്രിച്ചു എക്സ് അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇടുന്നത്. അപ്പോൾ സമ്മതമില്ലാത്തതൊന്നും എക്സിലിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എക്സിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, ഈ ഫേസ്ബുക്കിൻ്റെ നിയമങ്ങൾ പോലെ എക്സിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, അത് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയത്. അപ്പോൾ ഇവർക്ക് എക്സിൽ ഇനി പോസ്റ്റ് ഇടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഉടമസ്ഥൻ്റെ കുഞ്ഞിനെ പറ്റിയാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവര് വേറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസ്ക് അടുത്ത കാലത്ത് ഇവരോട് വന്നിട്ട് നമുക്ക് ഇനിയും കൂടുതൽ കുഞ്ഞുങ്ങളാകാമെന്ന് പറഞ്ഞിരുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി അംഗീകരിച്ചിട്ടില്ല, പിന്നെ വേറെ കുട്ടികൾ വേറെയും കുഞ്ഞുങ്ങൾ നമുക്ക് വേണം എന്ന് പറഞ്ഞിരുന്നായിട്ടും ഇവർ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ പരസ്യമായിട്ട് അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനായിട്ട് സംസാരിക്കാനുള്ള അവസരമില്ല. എലൻ മസ്കിന് 52 വയസ്സ്, 12 കുട്ടികളുണ്ട്, 3 ഭാര്യമാരില്ല അറിയപ്പെടുന്നിടത്തോളം. ആദ്യത്തെ ഭാര്യ ജസ്റ്റിൻ വിൽസൺ, അതില് ആണ് 5 കുഞ്ഞുങ്ങൾ. പിന്നെ ട്വിൻസ് ഉണ്ട്, വിവിയൻ ആൻഡ് ഗ്രിഫിൻ എന്ന് പറയുന്നത് ട്വിൻസ്. പിന്നെ 3 കുഞ്ഞുങ്ങൾ ഒന്നിച്ചാണ് ഉണ്ടായത്, ട്രിപ്ലെറ്റ്സ്, കായ്, സാക്സൺ ആൻഡ് ഡാമിയൻ. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന നോക്കൂ ഈ ഇയാൾക്ക്, ട്വിൻസ്, പിന്നെ 3 കുഞ്ഞുങ്ങൾ, അങ്ങനെയാണ് ആ 5 കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഭാര്യയിൽ. പിന്നെ പാട്ടുകാരി ഗ്രിംസിൽ 3 കുഞ്ഞുങ്ങൾ, 5, 3, 8. പിന്നെ ആ 3 കുഞ്ഞുങ്ങളുടെ പേര് എക്സ, ഡാർക്ക്, സിഡ്രേൽ, ടെക്നോ മെക്കാനിക്കസ്, വല്ലാത്ത പേരുകളാണ് 3 കുഞ്ഞുങ്ങൾ. പിന്നെ ന്യൂറാലിങ്ക് ഉണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ തന്നെ കമ്പനി, അതിലുള്ള ശിവൻ സില്ലീസിലാണ് ട്വിൻസ്, അതും ഇരട്ടക്കുട്ടികളാണ്, സ്ട്രൈഡർ ആൻഡ് എഷർ എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ പറയാത്തൊരു കുഞ്ഞ് എന്ന് പറയുന്നത് റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മകൻ എലൻ മസ്കിനുണ്ടായിരുന്നു, റിച്ചാർഡ്. ഈ റിച്ചാർഡും മസ്കുമായിട്ട് ഇപ്പോൾ വലിയ സംഘർഷത്തിലാണ്. അയാളും ഇടക്കിടയ്ക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ട് റിച്ചാർഡ് ഇപ്പോൾ ഒരു
യുവതിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നം മസ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ സ്വകാര്യമായിട്ട് ഈ റിച്ചാർഡ് ഡോക്ടറെ കാണാൻ പോകുമ്പോഴൊക്കെ തടയുന്നൊക്കെ ഉണ്ടായിരുന്നു എലൺ മസ്ക്. എന്തൊക്കെയോ മരുന്ന് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മസ്കിനെതിരെയൊക്കെ റിച്ചാർഡ് ആരോപണമൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ കുഴപ്പം പിടിച്ചൊരു മകനും ഉണ്ട്. മകനെന്നോ മകളെന്നോ, ഇപ്പം മകളാണത്, റിച്ചാർഡ് എന്ന് പറയുന്ന ആള്. അങ്ങനെ ഒരു മൂത്ത കുട്ടിയും മസ്കിനുണ്ട്. മൊത്തത്തിൽ കുട്ടികളുടെ ഒരു പരമ്പര തന്നെയാണ് മസ്ക്. നമുക്ക് 13ാമത്തെ കുട്ടി എങ്ങനെയാണ് മസ്ക് സ്വീകരിക്കില്ലോ എന്ന് നമുക്ക് നോക്കാം. അത് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.